വീടിൻ്റെ ഓണർ ഓസ്ട്രേലിയയിൽ സെറ്റിലായി. അത് കാരണം കൊണ്ട് ഈ വീട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ വീട് കൊടുക്കൂല. 4 വർഷം മുമ്പ് അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണ്. അത് നല്ല ഗ്രാൻഡായിട്ട് പണിത വീട്. കാരണം ഈ വീട് പണിതപ്പോൾ അന്നേരം അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം 4 വർഷം കഴിയുമ്പോൾ ഓസ്ട്രേലിയയിൽ സെറ്റിലാകേണ്ട ഒരു സാഹചര്യം വരുമെന്ന് അവരൊരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ അതുകൊണ്ട് അവർ പണിതപ്പോൾ നല്ല അടിപൊളി ഒരു വീട് അങ്ങോട്ട് പണിത്. ഇതാണെങ്കിൽ 50 സെൻറ്റ് സ്ഥലമുണ്ട്, അതായത് 1/2 ഏക്കർ സ്ഥലം. 1/2 ഏക്കർ സ്ഥലത്താണ് ഇത്രയും നല്ലൊരു വീട്. താമസം ഇല്ലെങ്കിൽ കണ്ട ഇതായിരിക്കും അവസ്ഥ. പറമ്പൊക്കെ കംപ്ലീറ്റ് പുല്ല് പിടിച്ച് കാടും പിടിച്ച് കിടക്കും. കാരണം ഫ്ലാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് പൂട്ടിയിട്ടിട്ട് പോവാം. പക്ഷേ പറമ്പും വീടൊക്കെ എങ്ങനെയാണ് പൂട്ടിയിട്ടിട്ട് പോകണം? എന്നിട്ട് മുറ്റത്ത് തന്നെ വറ്റാത്ത വലിയൊരു കിണർ. വെള്ളത്തിനൊക്കെ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പറമ്പിലാണെങ്കിൽ എല്ലാ മരങ്ങളും ഫ്രൂട്ട്സിൻ്റെ, ഇത് മാവ്, പ്ലാവ്, തെങ്ങ്, സപ്പോട്ട, ഇല്ലാത്ത മരങ്ങളില്ല. എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു വീട്. അവിടെ സപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കിടക്കണണ്ട. ഈ പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, കാരണം പറമ്പൊക്കെ നല്ല നിരപ്പായിട്ടാണ്, ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടിരുന്നേന്. ഇപ്പം ഇത് നോക്കാനും ആളില്ല, താമസിക്കാനും ആളില്ല. വീട് മാത്രം ഒരാൾ വന്നിട്ട് ആഴ്ചയിൽ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പോകും. അതുകൊണ്ട് വീടിൻ്റെ അകവും പുറമൊക്കെ സിറ്റ് ഔട്ടും കാര്യങ്ങളെല്ലാവരും നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ആ കാണുന്നത് ഒരു ഔട്ട് ഹൗസ് ഉണ്ട, അതായത് സർവൻറ്റിനും ഡ്രൈവർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. എൻ്റെ സൈഡിലൊരു ബാത്റൂം ഉണ്ട്. ഞാൻ അവിടെയൊക്കെ പുല്ല് പിടിച്ചിരിക്കണം, അത് കാരണം ഞാൻ അങ്ങോട്ട് പോകണില്ല. കാരണം കാട് പിടിച്ചിരിക്കണല്ലേ, എന്തായാലും ചൊറിഞ്ഞ നോക്കണമെങ്കിൽ ചൊറിയുന്നുണ്ട്. തെങ്ങൊക്കെ കണ്ട ഇഷ്ടം പോലെ തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ ഒരു പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ വെളിയിൽ ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോൾ വണ്ടിൻ്റെ അകത്തിട്ട് പോകാൻ വേണ്ടിയാണ് ബാക്കിൽ സെറ്റ് ചെയ്തേണ്ട. ഇഷ്ടം പോലെ മാവും പ്ലാവൊക്കെ നിൽക്കണം, ജാതി, വാഴ, അങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ എടുക്കാനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമാണ്. അത്രയും നല്ലൊരു വീട്, നല്ല ഗ്രാൻഡായിട്ടുള്ള വീട്. അതായത് മെയിൻ ബസ് റൂട്ടോടൊക്കെ നിസ്സാര ദൂരമുള്ളൂ. അത് നല്ല സൈലൻ്റ് ഏരിയ ഉണ്ടോ. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ലെങ്ത്തൊക്കെ നോക്കി ഉണ്ടോ, നല്ല നീളത്തിലുള്ള സിറ്റ് ഔട്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഭിത്തിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടളയുടെ ഹൈറ്റിൽ പാനൽ ചെയ്തേക്കണം. തേക്കിൻ്റെ തടി ഉപയോഗിച്ചാണ്ട് കംപ്ലീറ്റ് പണി. ഈ വീടിൻ്റെ കംപ്ലീറ്റ് വർക്ക്, അതായത് ജനൽ, വാതിൽ, കട്ടള, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തേക്കാണ്. ഫ്ലോർ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആയിട്ടേക്കണം. കണ്ട ഡോറൊക്കെ കണ്ട. അതുപോലെ ഇതിനകത്തുള്ള ഫർണിച്ചർ കംപ്ലീറ്റ് ഈട്ടിയാണ്. ഈ ഫർണിച്ചർ എല്ലാം അടക്കമാണ് നിങ്ങൾക്ക് ഈ വീട് വിൽപ്പനയായിട്ടാണ്. ഇവിടുന്ന് അവർ ഒരു സാധനം എടുക്കണില്ല. കാരണം അവർക്ക് ഇതെങ്ങും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അവർക്ക് ഓൾറെഡി ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. അപ്പോൾ ഇത് കൊടുക്കുമ്പോഴേക്കും ഇത് വാങ്ങണ ആക്ക് ഇതെല്ലാം അടക്കും. അതായത് നിങ്ങളുടെ ഗസ്റ്റ് റൂം, ലിവിങ് ഏരിയയുടെയൊക്കെ ഒരു വലിപ്പം നോക്കി നിങ്ങൾ കണ്ട. ഒരു പാർട്ടി നടത്താം ഇവിടെ, അത്രയും വലിയ ഒരു ലിവിങ് ഏരിയ. ഇനി നിങ്ങളുടെ ഡൈനിങ് ഹാള് ഇതൊക്കെ കണ്ട കംപ്ലീറ്റ് ഡിസൈൻ വർക്കൊക്കെ ചെയ്ത് നല്ല ഗ്രാൻഡാക്കിയേക്കണ ഒരു വീട്. കാരണം വെളിയിലുള്ള ഒരു വീട് പണിയുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നല്ല സെറ്റായിട്ടാണ് പണിയുള്ളൂ. ഒരു കാരണവശാലും അതിൻ്റെ അകത്തൊരു കോംപ്രമൈസും കാണിക്കൂല. കണ്ട ഡൈനിങ് ഏരിയയുടെയൊക്കെ വലിപ്പം കണ്ട. ഇവിടെ കിച്ചണിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുള്ളൊരു സ്പേസാണ് കേട്ടോ. ബാക്കിൽ കിച്ചണാണ്, ഓപ്പൺ കിച്ചണല്ല. ഇത് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയയാണ്. അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് നോക്കി നിങ്ങൾ. എത്ര പേരിക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഡൈനിങ് ടേബിളാണ് നോക്കി. വേണ്ട ഇവിടെ ഒരു കോമൺ ബാത്റൂം അത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വലിപ്പമുള്ളൊരു കോമൺ ബാത്റൂം. വെളിയിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യണമെന്ന് തോന്നിക്കുന്ന ഉപയോഗിക്കാൻ വേണ്ടി മാത്രം. ബാക്കി എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ഉണ്ടാ. അത് ഈ വീടിന് ഉള്ളത് 5 ബെഡ്റൂമാണ്. താഴത്തെ 2 വലിയ ബെഡ്റൂം കണ്ട. ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ. ഈ കബോർഡൊക്കെ കംപ്ലീറ്റ് ഈട്ടിയണ്ട. കാരണം അവരുടെ ആവശ്യത്തിന് പണി. ഇതിൻ്റെ അത് തടിപ്പണി തന്നെ ഒരുപാടുണ്ട്. തടിയുടെയൊക്കെ വില നിങ്ങൾക്ക് അറിയാം. ഈട്ടിത്തടിയൊക്കെ മേടിച്ച് പണിയണമെന്നുണ്ടെങ്കിൽ എന്തോരം കേട്ടോ. ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇത് കേട്ടോ. നല്ല വലിപ്പമുള്ള ബെഡ്റൂമൊക്കെ 10-300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. തടിയുടെ വിലയെ കൂടുതൽ പണിക്കാശ് വരും. കാരണം മരപ്പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. മരപ്പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുത്താൽ കാണാത്തൊരു പണിയാണ് മരപ്പണി എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പണിയുണ്ട്, നമ്മൾ ചെയ്താൽ കാണൂല. അങ്ങനെ മരപ്പണിൻ്റെ ഒരു പ്രത്യേകത അതാണ്. കാരണം അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയുമാണ്. അങ്ങനെ വേണ്ട. അതേ 2ാമത്തെ റൂം താഴത്തെ ഫ്ലോറിലാണ്.
ഈ റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി, അതിനും കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ കട്ടിലൊക്കെ 2 ഡബിൾ കോട്ട് ബെഡാണ് ഇട്ടേക്കണം. കണ്ടോ, 2 ഡബിൾ കോട്ട് ബെഡ് ഇട്ടണം. അപ്പോൾ ഇത്രയും വലിയ കട്ടിലൊക്കെയാണ് ഉള്ളത്. ഇതെല്ലാനും അടക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിൽപ്പന. ഇത് അതിൻ്റെ ബാത്റൂം, എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം. നിങ്ങൾ വന്ന് നേരിട്ട് കാണണം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം മനസ്സിലാവുള്ളൂ. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നെ മാളയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്. ഇത് കണ്ടോ, കിച്ചൺ കണ്ട, കിച്ചൻ്റെ ഡോറൊക്കെ തുറന്നിട്ടേക്കണേ. ഇപ്പം ഈ തണുപ്പാണല്ലോ, കണ്ടോ വാള് കംപ്ലീറ്റ് ടൈലൊട്ടിച്ചേക്കണാണ്. കാരണം കബോർഡ് കാര്യങ്ങളെല്ലാം കണ്ടില്ല, എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും അടച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് പൂപ്പൽ പിടിക്കും. അപ്പോൾ അത് കാരണം തുറന്നിട്ടേക്കണത്. ഇനി നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ കാണാം. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വന്നത്. ഇവിടെയാണ് തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ. ഈ വീടിൻ്റെ പാല് കാച്ചിയപ്പോൾ മാത്രം അടപ്പ് കത്തിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് അടപ്പ് കത്തിച്ചിട്ടില്ല. ഇതിവിടെ ഒരു സ്പേസ് കൊടുത്തേക്കണം നിങ്ങൾക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനാണ്. ഇത് മുകളിലും സെറ്റ് ചെയ്യണം, കാരണം മുകളിലും ഡ്രസ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും. വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് കണക്ഷൻ, ഇതേ മുകളിൽ സ്വിച്ചും കറണ്ടിൻ്റെ കണക്ഷനും. ഈ വീടിൻ്റെ മുകളിൽ ഒരു ഏരിയ ഉണ്ട്, അവിടെയും നിങ്ങൾക്ക് ഇതേ വീടിൻ്റെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുക. അവിടെ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്താൽ അവിടെ തന്നെ മഴക്കാലമൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഉണക്കാനുള്ള സെറ്റപ്പൊക്കെ അവിടെ ഉണ്ട്. അത് എല്ലാ സെറ്റപ്പും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞില്ലേ, ഇത് തൃശ്ശൂർ ജില്ലയിൽ മാള ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ്. ഹൈവേ എന്നാണെങ്കിൽ ഒരു 600 മീറ്ററേ ഉള്ളൂ. അത്രയും സെറ്റപ്പിലുള്ള ഒരു വീടാണിത്. അപ്പോൾ ഈ വീടിന് ഈ 1/2 ഏക്കർ സ്ഥലവും ഈ 5000 സ്ക്വയർ ഫീറ്റ്, 4500 അല്ല 5000 സ്ക്വയർ ഫീറ്റുള്ള വീടാണിത്. 5000 സ്ക്വയർ ഫീറ്റ് വീടും ഔട്ട് ഹൗസും. അപ്പോൾ ഈ വീടിനെ ഇവർ മൊത്തത്തിൽ ചോദിക്കണ ലാസ്റ്റ് റേറ്റ് ഇവർ 1.80 ഇവർക്ക് ഫൈനൽ കൈ കിട്ടണമെന്നാണ് പറഞ്ഞത്. 1,80,00,000 രൂപ. വെറും 4 വർഷം പഴക്കമുള്ള ഈ വീടിന്, ഈ 4 വർഷം പഴക്കമുള്ള വീടിന് ഇവർ ചോദിക്കണ വില 1,80,00,000 രൂപ. 1/2 ഏക്കർ സ്ഥലവും വീടും. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വേണ്ട, മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. കാരണം വീട് അതേ കൂട്ടുള്ള വീടാണ്. കാരണം ഈ വീടിന് തന്നെ നല്ലൊരു പൈസ വരും മുടക്കിയിട്ടുണ്ട്. കാരണം തടി കംപ്ലീറ്റ് തേക്ക്. പിന്നെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ എന്താ അതേ കൂട്ട് പൈസ മുടക്കിയിട്ടുള്ളതാണ്. ഫിറ്റിങ്സ് കാര്യങ്ങൾ, അതുപോലെ കബോർഡ്, തടിപ്പണി ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനിപ്പോൾ ഈ നേരെ കാണുന്ന ബാൽക്കണിയാണ്. ആ ഡോർ തുറന്ന് പുറത്തുണ്ടെങ്കിൽ ആ വീടിൻ്റെ അത്രയും നീളത്തിനകത്ത് നമ്മുടെ സിറ്റൗട്ട് കൂട്ട് തന്നെ ചെയ്തേക്കുന്നത് താഴത്തെ. ഇത് 2ാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയിൽ. അത് മൊത്തം തേക്കാണ്. ഇവിടെ വേറെ ജനൽ, വാതിൽ, കട്ടള കാര്യങ്ങളെല്ലാം തേക്ക്. ഈ കബോർഡ് കാര്യങ്ങൾ എല്ലാം കംപ്ലീറ്റ് ഈട്ടി. അത്രയും ഇതെല്ലാം ഇവിടെ പണിത് സെറ്റ് ചെയ്താണ്. കട്ടിൽ കാര്യങ്ങളെല്ലാം ഈട്ടിയാണ്ട. അത്രയും സെറ്റപ്പുള്ളതാണ്. ഇത് ആ ബെഡ്റൂമിൻ്റെ ബാത്റൂം. ഈ 5 ബെഡ്റൂമുള്ള 5 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. പിന്നെ 2 കോമൺ ബാത്റൂം, താഴത്തും മുകളിലും ഒരേ കോമൺ ബാത്റൂം വേറെയും ഉണ്ട്. അപ്പം ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണിത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കാരണം ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഇത് ഉപകാരപ്പെടും. കാരണം നമ്മൾ വില കുറഞ്ഞ വീടൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മൾ തുറന്നിട്ട് DRK ഡ്രീം ഹോംസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി വില കുറഞ്ഞ വീടുകളൊക്കെ കൂടുതൽ പിന്നെ അതിൻ്റെ അകത്തായിരിക്കും വരുന്നത്. നമ്മൾ ഇത് അപ്പോൾ വില കുറഞ്ഞ വീടുകൾ ഒരുപാട് വരാനുണ്ട്. അല്ലേ, എന്താ ഒരു സെറ്റപ്പ് നോക്കി. അടുത്ത ബാത്റൂം നമ്മൾ മുകളിലത്തെ നിലയിലെ 3 ബെഡ്റൂമും കണ്ടിട്ടോ. താഴത്തെ നിലയാണ്. അപ്പോൾ വീടിൻ്റെ കംപ്ലീറ്റ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു ഓപ്പൺ ഏരിയ ഉണ്ടെന്ന്. കാരണം ഇതാണ് ഓപ്പൺ ഏരിയ. ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും തൊട്ടപ്പുറത്ത് പൈപ്പും കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ സെറ്റും വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഈ മഴക്കാലത്തൊക്കെ തുണിയൊക്കെ ഇവിടെ ഉണക്കാനിടാം. ഇനി അതും അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ ഒരു ഏരിയ ഉണ്ട്. ആ മുകളിലത്തെ ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അത്രയും തന്നെ വലുപ്പത്തിൽ വിശാലമായിട്ട് കിടക്കുകയാണ്. നമുക്കിപ്പോൾ വീട്ടിലൊരു ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ നടത്താം. കാരണം ഇവിടെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളതാണ്ട ഇത്രയും വലിയൊരു ഏരിയ അത് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റിയാണെന്ന് നോക്കിയേ. കാരണം ഇത് ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഒരു ഫാമിലിയുടെ അടിപൊളി വീട് എന്ന് തന്നെ പറയാം.